എല്ലാം നഷ്ടപ്പെടുത്തുന്ന വിജയം വേദന ബാക്കിയാക്കും. ആ നൊമ്പരവുമായി തിയേറ്റർ വിട്ടിറങ്ങുന്ന പ്രേക്ഷകർ. അതാണ് ഷോലെ എന്ന കലാസൃഷ്ടിയുടെ സൗന്ദര്യം. 1975 ഓഗസ്റ്റ് 15 ആദ്യമായി തിരശീലയിൽ പതിഞ്ഞ പേര് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായി മാറിയിട്ട് 50 വർഷം തികയുന്നു. ഗബ്ബറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഇന്ന് നമ്മൾ കാണുന്നതല്ലായിരുന്നു ഷോലയുടെ ക്ലൈമാക്സ്. തിരക്കഥാകൃത്തുക്കളായ സലീം ഖാനും ജാവേദ് അക്തറും ആദ്യം എഴുതിയത് മറ്റൊന്നായിരുന്നു. അന്നത്തെ സെൻസർ ബോർഡിന്റെ തീരുമാനത്തിലും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ സമ്മർദ്ദവും കാരണം യഥാർത്ഥ ക്ലൈമാക്സ് മാറ്റി എഴുതേണ്ടി വന്നു. ആദ്യം എഴുതിയ ക്ലൈമാക്സിൽ തന്റെ കുടുംബവും സർവസ്വവും നഷ്ടപ്പെടുന്നതിനു പ്രതികാരമായി സഞ്ജീവ് കുമാറിന്റെ ഠാക്കൂർ അംജദ് ഖാൻ അവതരിപ്പിച്ച ഗബ്ബർ സിംഗിനെ ചവിട്ടിക്കൊല്ലുന്നതായിരുന്നു. അതായിരുന്നു ചിത്രത്തിന്റെ വൈകാരിക കാതൽ. സെൻസർ ബോർഡിന്റെ തീരുമാനത്തിന് ആദ്യമെല്ലാം അണിയറ പ്രവർത്തകർ എതിർപ്പ് പ്രകടിപ്പിച്ചു. എങ്കിലും അടിയന്തരാവസ്ഥ കാലമായതിനാലും നീണ്ടൊരു നിയമയുദ്ധത്തിന് സമയമില്ലാത്തതിനാലും വലിയ പണം ഷോലയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിനാലും എത്രയും വേഗം പടം പുറത്തിറക്കുക എന്ന തീരുമാനത്തിൽ എത്തേണ്ടി വന്നു അവർക്ക്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഷോലെ തിയേറ്ററുകളിൽ എത്തിയത്. പക്ഷേ സലീം ജാവേദ് എഴുതി വെച്ചതും അതിനേക്കാൾ തീവ്രതയോടെ രമേഷ് സിപ്പി അഭ്രപാളികളിലേക്ക് പകർത്തിയതും ജീവിതത്തിനുമേൽ ദുരന്തത്തിന്റെ നിഴൽ വീണുകിടക്കുന്ന ആ അന്ത്യരംഗം നഷ്ടമാവാതെ ശേഷിച്ചു. കാലം കടന്നുപോയപ്പോൾ വീഡിയോ ടേപ്പുകളായും DVD-കളായും ഒറിജിനൽ ഷോലെ പ്രേക്ഷകനു മുന്നിലെത്തി. അതിന്റെ നിറങ്ങൾ മങ്ങിയിരുന്നു, ഒച്ച ചിലമ്പിച്ചിരുന്നു. പക്ഷെ ദുരന്തത്തിന്റെ നിഴൽ ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്നു.